അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചില ആളുകളോട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ പിന്നെ അത് ശത്രുതയിലേക്ക് എത്തുന്ന രീതിയിലാണ് പോകാറുള്ളത് അല്ലേ? ചില ബന്ധങ്ങൾ എങ്ങനെയാണ്? ആത്മാർത്ഥത കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ പരസ്പരം തമ്മിൽ തല്ലും. ചില ആളുകൾ പെട്ടെന്ന് ശരിയാകും, ചില ആളുകൾ അത് അവൻ്റെ മരണം വരെ അങ്ങനെ നീണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ, ശത്രുത ഒക്കെ നീണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു പാഠം മനസ്സിലാക്കുന്നത്, നമ്മൾ ആരോടും കൂടുതൽ ബന്ധം കാണിക്കരുതെന്നാണ്. ബന്ധം വേണം, അത് വീട്ടുകാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും ബന്ധം വേണം. പക്ഷേ എല്ലാ ബന്ധത്തിനും ഒരു ലിമിറ്റുണ്ട്, ഒരു അതിരുണ്ട്. അതിൽ കൂടുതൽ ബന്ധം നമ്മൾ ഉണ്ടാക്കിയാൽ അത് നല്ലതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അത് ശത്രുതയിലേക്ക് പോകും, പിന്നെ നമ്മുടെ ശത്രുതയാകും. നമ്മളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും, ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അതൊക്കെ പറഞ്ഞ് നടക്കും, അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തിപ്പോവും. അപ്പോൾ ഒരു സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ശത്രു ഉണ്ട് എന്നാണ്. ഈ ശത്രു എന്നുള്ളത് ഒരുപാട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട്. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ശത്രു ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് പല രീതിയിലുള്ള, വെളുത്ത പാമ്പിനെ കണ്ടാൽ, കറുത്ത പാമ്പിനെ കണ്ടാൽ, അതുപോലെ തന്നെ മഞ്ഞപ്പാമ്പിനെ കണ്ടാൽ, പാമ്പ് എന്നുള്ള വിഷയത്തിൽ മുഴുവനായിട്ടും ശത്രു എന്നുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് അപകടകാരിയായ ശത്രു, ബലഹീനനായ ശത്രു, പിന്നെ രോഗിയായ ശത്രു എന്നുള്ള നിലയിലൊക്കെ അങ്ങനെ മാറി മാറി പോകുന്നതിന് വ്യാഖ്യാനങ്ങൾ. ഇത് പാമ്പുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നമൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞത് ശത്രു ഉണ്ടാകും എന്നുള്ള വ്യാഖ്യാനം ഏത് സ്വപ്നം കണ്ടാലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ നാബൽസി, ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ വ്യക്തമായിട്ട് അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നുണ്ട്. 200-ാമത്തെ പേജിൽ പറയുന്നു, ഒരാൾ പിശാചിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ശത്രു ഉണ്ട് എന്നാണ്. പിശാചിനെ സ്വപ്നം കാണുന്നവർ നമ്മളിതുവരെ പിശാചിനെ കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ നമ്മൾ സ്വപ്നത്തിലൊരു പിശാചിൻ്റെ രൂപം, പിശാചാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം ഇങ്ങനെ വരികയാണ് സ്വപ്നത്തിൽ. അപ്പോൾ അത് പിശാചാണല്ലോ, പിശാചായിട്ട് നമ്മളതിനെ കാണുക. ഉറക്കത്തിൽ എണീറ്റ് ഞാൻ പിശാചിനെ കണ്ടു എന്നാണ് പറയുക. അപ്പം അങ്ങനെ പിശാചിനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ശത്രു ഉണ്ട് എന്നാണ്. പിശാചിനെ കണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ശത്രു ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഏത് സമയത്തുള്ള സ്വപ്നമാണ് ഫലിക്കുക, ഏത് സമയത്ത് കണ്ടാലും സ്വപ്നങ്ങൾ അങ്ങനെ ഫലിക്കുകയും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം സ്ഥിരപ്പെടണമെങ്കിൽ ആ സ്വപ്നം സ്വപ്നത്തിൻ്റെതായ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും കാണണം, സാഹചര്യത്തിലൊക്കെ കാണണം. ഇതിൻ്റെ സമയത്ത് കണ്ടാൽ മാത്രമേ അതിൻ്റെ വ്യാഖ്യാനം യാഥാർത്ഥ്യമാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.